സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡേവിഡ് അഡേലിന് എന്നും കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ മരുന്ന് കഴിച്ചതിന് ശേഷം ഡേവിഡ് അവൾ പ്രോപ്പറായിട്ട് കഴിച്ചോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ നിന്നെ 11:30 വിളിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അടുത്ത സീനിൽ പാസ്റ്റിൽ റോബ് പുകവലിക്കുമ്പോൾ എഡേൽ പറയും, നിനക്കെന്താ ബോധമില്ലേ? ഇവിടുന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി നമ്മളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ. റോബ് പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ ഇവിടെ ഓക്കെയാണ്. ഇനി ഇവർ 1 മാസം കൂടി പിടിച്ചു വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇടയിൽ പറയും, നമ്മളിവിടെ വന്നിട്ട് 30 ദിവസമായി. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഡേവിഡിനെ കാണാൻ പറ്റുന്നില്ല എന്നതാണ്. റോബ് പറയും, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ലൈഫ് അടിപൊളിയായിരിക്കും. പക്ഷെ എൻ്റെ അതുപോലെയല്ല. എനിക്കറിയാം നിനക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന്. പക്ഷേ ആദ്യം വന്നതുപോലെയല്ല. ഇപ്പം നീ ഇവിടെ വന്ന് കുറച്ച് ബെറ്ററായി. നീ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ നിന്റെ ലൈഫും ഇതുപോലെ ബെറ്റർ ആയിക്കോളും. റോബ് പറയും, ഇവിടെ നിന്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ബെറ്റർ ആകുന്നത്. പുറത്തെത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫാമിലിയോ ഫ്രണ്ട്സോ ഒരു കഴിവുമില്ലാത്ത വെറും ഡ്രഗ് അഡിക്റ്റ് മാത്രമാണ് ഞാൻ. എനിക്ക് ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വയ്യ. ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഹാപ്പി ആകുന്നത്. നീ ഒന്ന് മതിയാക്ക്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ എന്നെ കാണാൻ വരുമെന്ന് പ്രോമിസ് ചെയ്. അപ്പോൾ അവൻ വരാമെന്ന് പറയും. അടുത്തത് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ട് ഇടയിൽ ചെന്ന് നോക്കുമ്പോൾ അത് ഡേവിഡിന്റെ പേഷ്യന്റായ ആന്റണി ആയിരിക്കും. ഞാൻ ഡോക്ടർ ഡേവിഡിന്റെ ഒരു പേഷ്യന്റ് ആണ്. ഡോക്ടർ അവിടെയുണ്ടോ എന്ന് അവൻ ചോദിക്കും. അതുപോട്ടെ, നിങ്ങളുടെ മുഖത്ത് എന്തു പറ്റി? അപ്പോൾ അവൾ അതിന് ആൻസർ കൊടുക്കാതെ അവനോട് അവിടുന്ന് പോകാൻ പറയും. നിങ്ങൾ ഡോക്ടറിന്റെ വൈഫാണോ? അതെ. പക്ഷെ നീ ഇപ്പോൾ ഡേവിഡിനെ കാണാനാ വന്നതെങ്കിൽ നീ വന്ന സമയം അത്ര ശരിയല്ല. അപ്പോൾ ആന്റണി, ഡേവിഡ് ആണോ അവളുടെ മുഖത്ത് ഉപദ്രവിച്ചതെന്ന് ചോദിക്കും. ഇടയിൽ അപ്പോൾ എന്തൊക്കെയോ അർത്ഥത്തിന് മുകളിൽ നോക്കിയിട്ട് എനിക്കിപ്പം നിന്നോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. അടുത്ത സീനിൽ എഡേലിനെ മീറ്റ് ആക്കുന്ന ലൂയിയാണ് കാണിക്കുന്നത്. ലൂയി എഡേലിനോട് കണ്ണിനെന്താ പറ്റിയതെന്ന് ചോദിക്കും. അതൊന്നുമില്ല, അത് കബേർഡ് തട്ടിയതാ. കബേർഡോ? പക്ഷെ ഇത് കാണുമ്പോൾ ആരോ നിന്നെ എന്തോ കൊണ്ട് അടിച്ചതുപോലെയുണ്ടല്ലോ. ശരിക്കും എന്താ പറ്റിയത്? എന്നാൽ എഡേൽ കറക്റ്റ് മറുപടി പറയാതെ നമുക്ക് പാർക്കിലേക്ക് പോയാലോ എന്ന് ചോദിക്കും. പക്ഷേ ലൂയിക്ക് എന്തൊക്കെയോ ഡൗട്ട് വരും. എന്നിട്ട് അവർ നേരെ പാർക്കിൽ പോകും. ലൂയി പറയും, നീ തന്ന ആ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാനിങ്ങനെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അത് കേട്ട് എഡേൽ, നീ ഡ്രീമിൽ എവിടെയാ പോയതെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എഡേൽ പറയും, നിനക്ക് ആ സ്വപ്നത്തിൽ എവിടെ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. അയ്യോ, എനിക്ക് എവിടെയും പോകണ്ട. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രം മതി. നീ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആയത്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ ഈ ചതിൽ ഹെൽപ്പ് ചെയ്യണ്ടേ? നീയും ഒരു ദിവസം എന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇടയിൽ എന്തൊക്കെയോ മീനിങ്ങിൽ പറയും. പിറ്റേ ദിവസം ക്ലിനിക്കിലെത്തിയ ലൂയിയോട് സൂയി പറയും, നീ ഇവിടെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ആന്റണിയുടെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഡോക്ടർ ശർമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പൊ ലൂയി, ആന്റണിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ സൂയി ഒന്നും അറിയില്ല എന്ന് പറയും. ശർമ്മ ഡേവിഡിനോട് പറയും, ഡേവിഡ്, ഇതൊരു ചെറിയ കാര്യമല്ല. സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് നിനക്കെതിരെ വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആന്റണി ഡേവിഡിന്റെ വീട്ടിൽ പോയ സമയത്ത് എഡേലിന്റെ ഫേസിൽ ആ ഇഞ്ചുറി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഡേവിഡ് എഡേലെ ഉപദ്രവിച്ചിട്ടാണ് അങ്ങനെ ആയത് എന്നാണ് ആന്റണിയുടെ പേരൻസിനോട് അവൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് അവർ ശർമ്മയുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഡേവിഡ് പറയും, ഞാൻ ഓൾറെഡി നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. ശർമ്മ പറയും, പക്ഷെ ഡേവിഡ്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻ ആണ്. സോ എഡേലിനോട് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് ചോദിക്കണം പറഞ്ഞ് എഡേലയെ ശർമ്മ വിളിക്കും. വിളിച്ചപ്പോഴേക്കും അവൾ ആ കോൾ എടുക്കും. അതായത് അവൾ ആ കോളും പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടെന്ന അർത്ഥത്തിൽ. ലൂയി ഇതൊക്കെ മറ്റേ ഫോണിൽ കേൾക്കുന്നുണ്ടാകും. ലൂയിക്ക് ഇതന്നെ പണി. ശർമ്മ എഡേലിനോട് ചോദിക്കും, കഴിഞ്ഞ ഡേവിഡിന്റെ പേഷ്യന്റായ ആന്റണി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് വേറൊന്നുമല്ല. അവൻ പറഞ്ഞത് ഡേവിഡ് നിന്നെ ഉപദ്രവിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാണല്ലോ. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ ഇടയിൽ ചിരിച്ചുകൊണ്ട് പറയും, എന്ത്, ഡേവിഡ് എന്നെ അടിച്ചെന്നോ? നോ വേ. അത് ആക്ച്വലി കിച്ചണിൽ നിന്ന് കബേർഡ് തുറക്കുന്ന സമയത്ത് പറ്റിയതാണ്. അല്ലാതെ ഡേവിഡ് എന്നെ ഉപദ്രവിച്ചതല്ല. ഡേവിഡ് ഇതൊക്കെ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ, ഡേവിഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഡേവിഡ് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചതാണ്. വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ സോറി. എന്നാ ശരി എന്ന് പറഞ്ഞ് ശർമ്മ കോള് കട്ട് ചെയ്യും. പക്ഷെ ഡേവിഡ് ആണ് അവൾ ഉപദ്രവിച്ചെന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ആന്റണിയോട് അവൾ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് എഡേൽ ആന്റണിയോട് സംസാരിക്കുന്ന സമയത്ത് മുകളിൽ നോക്കിയിരുന്നു. ഡേവിഡ് വീട്ടിലുണ്ടെന്നും ഇൻ കേസ് പരിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഡേവിഡ് പിന്നെ തന്നെ ബാക്കി വെക്കില്ല എന്ന രീതിയിലായിരുന്നു അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ എന്തിന്?
ഡേവിഡ് അല്ല അത് ചെയ്തതെന്ന് അവൾക്കും അറിയാം, നമ്മൾക്കും അറിയാം. നെക്സ്റ്റ് സീനിൽ വീട്ടിലെത്തിയ ഡേവിഡ് ആന്റണി വീട്ടിൽ വന്ന കാര്യം എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ലേ എന്ന് എഡേലിനോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നീ ഇല്ലാത്ത നേരത്ത് ആന്റണി ഇവിടെ വന്നെന്നറിഞ്ഞാൽ നീ അവനെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. അപ്പോൾ ഡേവിഡ് ചോദിക്കും, പിന്നെ ആന്റണി എന്തിനാ ഞാൻ നിന്നെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞത്? അതെനിക്ക് എങ്ങനെ അറിയാനാ? അതിൻ്റെ ആൻസർ നീ പറ, നീയല്ലേ സൈക്യാട്രിസ്റ്റ്. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ലൂയിയുടെ ഫ്ലാറ്റിൽ കുടിച്ചിട്ട് കയറി വരുന്ന ഡേവിഡിനെയാണ് കാണിക്കുന്നത്. ഡേവിഡ് ലൂയിയോട് പറയും, ഇന്നൊരു മോശം ദിവസമായിരുന്നു, എനിക്കെന്തോ നിന്നെ കാണണമെന്ന് തോന്നി, അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ലൂയി ചെറിയ ദേഷ്യത്തിൽ, അതിന് നമ്മൾ എന്നും ഓഫീസിൽ നിന്ന് കാണുന്നതല്ലേ, പിന്നെന്താ എന്ന് ചോദിക്കും. വേറൊന്നും കൊണ്ടല്ല, അവൾ ഓഫീസിൽ വേറെ ഫോണിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. നിനക്കിതെന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ഉപദ്രവിച്ചോ? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ അവളെ ഉപദ്രവിച്ചോ ഇല്ലയോ? അപ്പോൾ ഡേവിഡ് പറയും, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആർക്കറിയാം, ഞാൻ എപ്പോഴും നിങ്ങളുടെ വൈഫിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറലാണ് പതിവ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? ഡേവിഡ് പറയും, ലൂയി, ഞാൻ സത്യമായിട്ടും അവളെ ഉപദ്രവിച്ചിട്ടില്ല. കിച്ചണിൽ നിന്ന് പറ്റിയതാണെന്നാണ് ഞാൻ ചോദിച്ച സമയം അവൾ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ അവളാ പറഞ്ഞതിൽ അത്ര വിശ്വാസം പോരാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്നോടായിരുന്നു പറയേണ്ടിയിരുന്നത്, പക്ഷേ നിങ്ങൾ പറഞ്ഞില്ല. ഡേവിഡ് പറയും, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എനിക്ക് അവളുടെ കാര്യം നീയുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്താ, അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഡേവിഡ് പറയും, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് എന്തോ ഒരു സ്ട്രേഞ്ചായ രീതിയിലാണ്. എന്നാൽ ലൂയിക്കൊന്നും മനസ്സിലാവില്ല. ലൂയി ഡേവിഡിനോട് അവിടുന്ന് പോകാൻ പറയും. അടുത്ത സീനിൽ ലൂയി ഉറക്കത്ത് ആ ഡോറിലൂടെ പുറത്ത് വന്ന് ലൂസി ഡ്രീം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകും മറ്റൊരു ഡോർ. അവൾ അതിൻ്റെ അടുത്ത് ചെന്ന് ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ലൂയിയുടെ ഉറക്കം ഞെട്ടും. എന്നിട്ട് നേരെ പോയി റോബ് എഴുതിയ ആ ബുക്ക് വായിക്കും. അതിൽ റോബ് എഴുതിയത് ഇങ്ങനെയായിരിക്കും, ഞാൻ ഇടയിലെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അവളെ വിട്ടിട്ട് എവിടെയും പോകാൻ താല്പര്യമില്ല. അവളുടെ വിചാരം ഡേവിഡ് അവളെ നന്നായി നോക്കുമെന്നാണ്. അവൻ അതൊരിക്കലും ചെയ്യില്ല എന്ന് എനിക്കുറപ്പാണ്. ഞാൻ ആളുകളെ മനസ്സിലാക്കിയതുപോലെ എഡേൽ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല എഡേലിൻ്റെ പേരൻസിൻ്റെ മരണം ഒരു സാധാരണ മരണമാണെന്ന്. എന്നാലും കറക്റ്റ് എങ്ങനെയാണ് തീപിടുത്തത്തിനിടെ ഡേവിഡ് അവിടെ എത്തി എഡേലെ രക്ഷിച്ചത്? എനിക്ക് ഡേവിഡാണോ ആ തീപിടുത്തത്തിന് പിറകിലെന്ന് സംശയമുണ്ട്. ആ സീൻ ഇവിടെ കട്ടാകും. അടുത്ത സീൻ എഡേൽ വിരലുകൾ എണ്ണി കണ്ണടച്ച് ആ ഡോറിലൂടെ പുറത്തു കിടക്കും. എന്നാൽ ആ ഡോറ് നേരെ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് പോകുന്ന ഡോറാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകും. മനസ്സിലാകാത്തവർക്കായി ഞാൻ അതെന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ബോഡിയിൽ നിന്ന് നമ്മളുടെ ആത്മാവ് നമ്മളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി സഞ്ചരിക്കുന്ന കോൺസെപ്റ്റാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ സോൾ നമ്മളുടെ ശരീരം വിട്ട് പുറത്തേക്ക് ട്രാവൽ ചെയ്യൽ. എന്നാൽ ഇത് ലൂസിഡ് ഡ്രീം പോലെയല്ല. ലൂസിഡ് ഡ്രീമിൽ നമ്മൾക്ക് നമ്മളുടെ ഡ്രീം കൺട്രോൾ ചെയ്ത് ഡ്രീമിലൂടെ മാത്രമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനാകും. പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് സോളിന് ട്രാവൽ ചെയ്ത് എന്തൊക്കെയാണ് ചുറ്റിലും നടക്കുന്നതെന്നും ആളുകളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും റിയൽ ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. എന്തായാലും സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ആസ്ട്രൽ പ്രൊജക്ഷൻ ഇല്ല. ഈ സംഭവമാണ് എഡേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടാണ് അവൾ ചുറ്റിലും നടക്കുന്ന എല്ലാ വിവരങ്ങളും അറിയുന്നത്. അതായത് അന്ന് ഡേവിഡിൻ്റെ ക്ലിനിക്കിൽ നിന്ന് എഡേലിനെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അലിഗേഷൻ ഉണ്ടായ സമയത്ത് ശർമ്മ വിളിക്കുമെന്ന് മനസ്സിലാക്കി അവൾ ഫോണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതും ഡേവിഡ് എത്ര മണിക്കാണ് വീട്ടിലെത്തുക എന്ന് മനസ്സിലാക്കി ഡിന്നറൊക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നതുമൊക്കെ. ചുരുക്കി പറഞ്ഞാൽ എഡേൽ എല്ലാവരും ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി ഫോളോ ചെയ്യുന്നുണ്ടെന്നർത്ഥം, പ്രത്യേകിച്ചും ഡേവിഡിനെ. അപ്പോൾ ഡേവിഡും ലൂയിയും തമ്മിലുള്ള ചുറ്റിക്കളി എഡേൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അറിയാതെ എവിടെ പോകാൻ? ഇപ്പോൾ അവൾ ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ പോയത് ഡേവിഡിൻ്റെ ക്ലിനിക്കലിലാണ്. അപ്പോൾ ഡേവിഡ് ലൂയിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാകും കേൾക്കുക. ആ സമയം ഡേവിഡ് ലൂയിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതൊക്കെ കണ്ട് എഡേൽ നേരെ അവളുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് തിരിച്ചു വരും. ഡേവിഡ് അതൊക്കെ പറയുന്നത് കണ്ട് താങ്ങാനാവാതെ അവൾ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കും. അടുത്ത സീനിൽ എഡേൽ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ജിമ്മിൽ പോയി അവിടുത്തെ സ്റ്റാഫിനോട്, നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ലൂയിസിന് വേണ്ടി ഒരു ഗസ്റ്റ് മെമ്പർഷിപ്പ് എടുത്തു തരാമോ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ 6 മണിക്ക് ശേഷം മാത്രം വിളിച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആൻ്റണിയുടെ അടുത്തായിരിക്കും പോകുക. എന്നിട്ട് ഞാൻ ചോദിച്ച സാധനം കൊണ്ടുവന്നു എന്ന് അവനോട് അവൾ ചോദിക്കും. സംഭവം വേറൊന്നുമല്ല, ഹെറോയിനെ പറ്റിയാണ് പുള്ളിക്കാരി ചോദിച്ചത്. എഡേലിന് അതിൻ്റെ അഡിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് അതില്ലാതെ പറ്റില്ല. അന്ന് അവൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ആ സ്ട്രീറ്റിലേക്ക് പോയത്.
പക്ഷേ ഡ്രഗിന് പകരം അവൾക്ക് കിട്ടിയതോ അടിയും. അന്നേരം ആന്റണി എനിക്ക് ഡോക്ടർ ഡേവിഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയും. ലൂയിയുടെയും ഡേവിഡിന്റെയും ചുറ്റിക്കളി കഴിഞ്ഞ എപ്പിസോഡിൽ ആന്റണി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ പറ്റിയായിരിക്കും. പക്ഷേ എഡേലിന് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാലോ. എന്നാൽ അവൾ അതൊന്നും ഇതുവരെ അറിയാത്ത രീതിയിലിരിക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്തത് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ റോബ് നേരെ എഡേലിന്റെ വീട്ടിലായിരിക്കും പോകുക. എഡേലിന് റോബ് വന്നതിൽ വളരെ സന്തോഷമായിരിക്കും. അങ്ങനെ വീടൊക്കെ നടന്ന് നോക്കുന്ന സമയം റോബ് ഒരു പെയിന്റിങ് കണ്ടിട്ട് പറയും, ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കില്ലേ, ഇതെങ്ങാനും വിറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ കിട്ടും, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടുന്നത്ര ഡ്രഗ്സ് വാങ്ങിക്കാനാകും. എഡേൽ നേരെ റോബിനെ ഒരു റൂമിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ റൂം കാണിച്ചിട്ട് സങ്കടത്തിൽ പറയും, ഇതായിരുന്നു എൻ്റെ പേരൻസിൻ്റെ മുറി, ഇവിടെ വെച്ചായിരുന്നു അവർ മരണപ്പെട്ടത്. എഡേലിന് സങ്കടമായെന്ന് മനസ്സിലാക്കിയ റോബ് വാ പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് അവിടുന്ന് പോകും. എഡേൽ റോബിനോട് അവൻ ഇവിടെ ഡ്രഗ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അന്നേരം അവൾ നീ ഇതൊന്നും ഇതുവരെ നിർത്തിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ അത് നിർത്താൻ താല്പര്യമില്ല എന്ന് പറയും. അന്നേരം എടേൽ അയ്യോ ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല, ഡേവിഡ് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി അത് ഒളിപ്പിക്കണം എന്ന് പറയും. ഡേവിഡ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ആ, അവൻ ഈ സാറ്റർഡേ വരും, ഒരാഴ്ചത്തേക്ക് മാത്രമായിട്ട്. അപ്പോൾ അവൻ ഓ ആണോ, പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ഈ റിച്ച് ലൈഫ് എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും റിച്ച് ആണെന്നേ ഉള്ളൂ, പക്ഷെ ഞാനിവിടെ ഒറ്റക്കാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ ജീവിതം അടിച്ചു പൊളിച്ചേനെ. നെക്സ്റ്റ് പ്രസന്റ് ആണ് കാണിക്കുക. ഇടയിൽ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പച്ചക്കറി അരിയുന്നുണ്ടാകും. ഡേവിഡ് തൊട്ടടുത്തുള്ള റൂമിലും ഉണ്ടാകും. പെട്ടെന്ന് ഫോൺ റിങ് ആകും. എന്നാൽ ഇടയിൽ അത് കേട്ടിട്ട് ആ കോൾ എടുക്കില്ല. അപ്പൊ ഡേവിഡ് പോയിട്ട് ആ കോൾ എടുക്കും. ആ വിളിച്ചത് ജിമ്മിലെ സ്റ്റാഫ് ആയിരിക്കും. നേരത്തെ ലൂയിസിന് ഇടയിൽ ഗസ്റ്റ് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും അവർ വിളിച്ചത്. അപ്പോഴായിരിക്കും ഡേവിഡിന് എഡേലും ലൂയിയും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഡേവിഡ് നേരെ എഡേലിൻ്റെ അടുത്ത് പോയിട്ട് അവളുടെ ഫോൺ ചെക്ക് ചെയ്യും. അന്നേരം അവൻ എഡേലിൻ്റെയും ലൂയിയുടെയും ചാറ്റ് കാണും. ഡേവിഡിന് ഒരേ സമയം ദേഷ്യവും സങ്കടവും വരും. അവൻ നേരെ ലൂയിൻ്റെ അടുത്തേക്ക് പോകും. എന്നാൽ എഡേലിന് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഡേവിഡ് ലൂയിയുടെ അടുത്ത് പോയിട്ട് പറയും, നീയും എഡേലും കോണ്ടാക്ട് ഉള്ള കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? മനഃപൂർവ്വമല്ല, ഞങ്ങൾ കണ്ടുമുട്ടിയത് വളരെ യാദൃശികമായിട്ടായിരുന്നു. ആദമിനെ സ്കൂളിൽ കൊണ്ടാക്കി വരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അവൾ എന്നോട് ഒരു കോഫി കുടിച്ചാലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. അത് കേട്ട് ഡേവിഡ് വളരെ ദേഷ്യത്തിൽ അവളെ എന്തൊക്കെയോ പറയും. ഡേവിഡ് എനിക്ക് ശരിക്കും അവളുടെ ഫ്രണ്ട് ആകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷേ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തോ വിഷമം തോന്നി. അവൾക്കിപ്പോൾ ആകെയുള്ള ഫ്രണ്ട് ഞാൻ മാത്രമാണ്. അപ്പോൾ ഡേവിഡ് പറയും, ഞാൻ നീ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളാണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചത്. ഓ, ഈ പറയുന്ന നിങ്ങളെത്ര പുണ്യാളനാണോ? ഭാര്യ വെച്ചിട്ടല്ലേ നിങ്ങൾ എൻ്റെ കൂടെ കടന്നത്? അപ്പോൾ ഡേവിഡ് ചോദിക്കും, എടേൽ എന്താ എന്നെ പറ്റി നിന്നോട് പറഞ്ഞത്? നിങ്ങളെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതൊഴികെ വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് അവളെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡേവിഡ് പറയും, നീ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് ഞങ്ങളെപ്പറ്റിയും ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെപ്പറ്റിയും ഒന്നും അറിയില്ല. എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, അവളുടെ സ്വത്തെല്ലാം നിങ്ങൾ കൈക്കലാക്കിയ കാര്യം. അത് കേട്ട ഡേവിഡ് ദേഷ്യത്തിൽ, ഇനി നിന്നെ ഓഫീസിൽ കണ്ടുപോകരുത്, റിസൈൻ ആക്കാൻ ഡോക്ടർ ശർമ്മയോട് നീ എന്ത് എക്സ്ക്യൂസാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്നെ ഇനി അവിടെ കണ്ടുപോകരുത് പറഞ്ഞ് അവിടുന്ന് പോകും. എന്നാൽ ലൂയിക്ക് അവിടുന്ന് റിസൈൻ ആക്കണമെന്ന് പറഞ്ഞതിൽ വളരെ സങ്കടമുണ്ടാകും. പിറ്റേ ദിവസം ലൂയി ഡോക്ടർ ശർമ്മയോട് അവിടുന്ന് റിസൈൻ ആക്കുകയാണെന്നുള്ള കാര്യം പറയും. റീസൺ ആയിട്ട് അവൾ പറയുന്നത് ഫാമിലി ഇഷ്യൂവും അങ്ങനെ എന്തൊക്കെയോ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ശർമ്മയ്ക്കാണെങ്കിൽ അവൾ അവിടുന്ന് പോകുന്നതിൽ സങ്കടമുണ്ടാകും. കാരണം കുറെ കാലമായി ഒരു കുഴപ്പവുമില്ലാതെ അത്രക്ക് ഹോണസ്റ്റ് ആയിട്ട് അവൾ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളെ പറഞ്ഞയക്കാൻ ആർക്കും താല്പര്യമുണ്ടാകില്ലല്ലോ. റിസൈൻ ആക്കിയതിന് ശേഷം ലൂയി എഡേലിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകും. പക്ഷേ എഡേലിനെ പല തവണ വിളിച്ചിട്ടും അവിടെ ആരെയും കാണില്ല. അവൾ മെല്ലെ വിൻഡോയിലൂടെ നോക്കുമ്പോഴുണ്ടാകും എഡേൽ അവിടെ ബോധം കെട്ട് ചെയറിൽ കിടക്കുന്നു. അവൾ എഡേലെ കുറെ വിളിക്കും, പക്ഷെ എഡേൽ അതൊന്നും കേൾക്കില്ല. ലൂയി ഡോറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറി എഡേലിനെ വിളിക്കും. പെട്ടെന്ന് അവളുടെ ബോധം വരും. സംഭവം പുള്ളിക്കാരി ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് ഡേവിഡിന്റെ ക്ലിനിക്കിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുകയായിരിക്കും. എഡേൽ ലൂയിയോട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പൊ ലൂയി നടന്ന കാര്യങ്ങളെല്ലാം എഡേലിനോട് പറയും. എന്നാൽ എഡേൽ ഒന്നും അറിയാത്തതുപോലെ, എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല, ഡേവിഡ് നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയല്ലേ? നിനക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ ഞാൻ കോഫി ഷോപ്പിൽ വെച്ച് ഈ കാര്യങ്ങളൊന്നും ഡേവിഡിനോട് പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്? അന്നേരം ലൂയി പറയും, ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഡേവിഡിനോട് ഒന്നും പറയില്ല എന്ന്, അതുകൊണ്ട് പറഞ്ഞില്ല. ഡേവിഡ് എനിക്ക് കെഞ്ചി പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. അന്നേരം എഡേൽ ലൂയി ഒരു നോട്ടം നോക്കും. പെട്ടെന്ന് എഡലിന്റെ ബോധം ആദ്യവും പോകും. അപ്പോൾ ലൂയി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കും.
അന്നേരം എഡേൽ ഡേവിഡ് കൊടുക്കുന്ന മരുന്നുകളുള്ള ഷെൽഫ് കാണിച്ചിട്ട് പറയും ആ മരുന്ന് കാരണമാണ് എനിക്കിതൊക്കെ സംഭവിക്കുന്നതെന്ന്. ശരിക്കും പുള്ളിക്കാരി ഡ്രഗിലാണുള്ളത്. അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഡേവിഡ് കൊടുക്കുന്ന മരുന്നാണ് ഇതിനെല്ലാം റീസൺ എന്ന് പറഞ്ഞത്. ലൂയി ആ മരുന്ന് നോക്കിയിട്ട് ചോദിക്കും, അപ്പൊ ഡേവിഡ് ആണോ നിനക്ക് ഈ മരുന്നുകളൊക്കെ തരുന്നത്? അപ്പൊ ഇടയിൽ അവൾക്ക് ആൻസൈറ്റി ഇഷ്യൂ ഉണ്ട്, അതിന്റെ മരുന്നുകളാണോ അതൊക്കെ എന്ന് പറയും. അന്നേരം ലൂയി ഇതെത്ര കാലമായി ഡേവിഡ് അവൾക്ക് ഈ മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കും. അപ്പൊ ഇടയിൽ പറയും, കുറച്ചു കാലമായി, ഞാൻ ചില നേരത്ത് ഇത് കഴിക്കാറില്ല, ബട്ട് ഡേവിഡ് ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യും. ലൂയി അവളോട് നിനക്ക് എപ്പോഴാണ് ആൻസൈറ്റി ഇഷ്യൂ വന്നതെന്ന് ചോദിക്കും. ഇടയിൽ പറയും, നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുന്നതിന് മുമ്പ് ഡേവിഡിന് ഒരു മരിയാന എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. അവൾക്ക് സ്വന്തമായിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ഡേവിഡിന്റെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ. അവിടെ നിന്നാണ് അവർ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്നേരം ലൂയി ചോദിക്കും, ഇത്രയ്ക്കായിട്ടും നീ എന്താ അവനെ വിട്ടുപോകാഞ്ഞത്? അന്നേരം ഇടയിൽ പറയും, അവന് വിട്ടുപോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല, കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഡേവിഡിന്റെ കയ്യിൽ എനിക്ക് ആൻസൈറ്റി ഇഷ്യൂ ഉണ്ടെന്നുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഡേവിഡിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞാൽ ആരും എന്നെ വിശ്വസിക്കില്ല. അവൻ എല്ലാവരോടും എനിക്ക് വട്ടാണെന്നേ പറയുകയുള്ളൂ. അവൻ ഒരു സൈക്യാട്രിസ്റ്റ് ആണ്, സോ അവൻ പറയുന്നതേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ ലൂയിക്ക് ഡേവിഡ് എങ്ങനെയാണെന്നും എന്താണെന്നുമുള്ള ഒരു ഐഡിയ കിട്ടും. അടുത്തത് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇടയിൽ റോബിനെയും കൂട്ടിട്ട് അവളുടെ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ഫോറസ്റ്റിലൂടെ പോകും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇടയിൽ ഒരു ഫോറസ്റ്റിന്റെ പെയിന്റിംഗ് വരച്ചത് കണ്ടിട്ടില്ലേ? അതിലൂടെ അവിടെയുള്ള ഒരു കിണർ കാണിച്ചുകൊണ്ട് ഇടയിൽ പറയും, എനിക്ക് ചെറുപ്പത്തിൽ ഇവിടെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. റോബ് അത് നോക്കിയിട്ട് പറയും, ഇത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നു, ഇതിന്റെ അടിഭാഗം ഒന്നും കാണാനും പറ്റുന്നില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ഇവിടെ പ്രസന്റിൽ ഡേവിഡ് സംശയത്തോടെ എഡേലിനോട് ചോദിക്കും, നിനക്ക് ശരിക്കും ലൂയിയെ കണ്ടുമുട്ടിയ സമയത്ത് അവൾ എൻ്റെ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന കാര്യം അറിയില്ലേ? അന്നേരം എഡേൽ പറയും, എനിക്കെങ്ങനെ അറിയാനാ, അത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അന്നേരം അവൻ ചോദിക്കും, ഓ മുമ്പത്തെ പോലെയോ? നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ഇവിടെ വരുന്നതിന് മുമ്പും ഇതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അതിന് കറക്റ്റ് ആൻസർ കൊടുക്കാതെ എന്തൊക്കെയോ ഫിലോസഫി പറയും. അതേസമയം ഇപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട കിണറില്ലേ, അതിൽ റോബിന്റെ ബോഡി. ഇവിടെ ഈ എപ്പിസോഡ് 4 കഴിയും. മെയിൻ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നാളെ അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.